അക്ഷരലക്ഷ്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ അമ്പലം എന്ന് പറയുന്നത് കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അമ്പലമാണ്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം പോയത് അമ്പലത്തിലെ ദർശനത്തിന് വേണ്ടിയിട്ടല്ല. അവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയപ്പോൾ ആ അമ്പലവും പരിസരമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. നമ്മൾ ഈ കാണുന്ന അമ്പലം തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ നീങ്ങിയിട്ട് ഉള്ളൊരു അമ്പലമാണ്. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രം. അതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര്. ഒരു പ്രത്യേകത തന്നെയുണ്ടല്ലേ, ഭഗവാൻ ഭഗവതി എന്ന് പറഞ്ഞ ക്ഷേത്രം. മഹാവിഷ്ണു കൂടാതെ ഭഗവതി കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അമ്പലത്തിൻ്റെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പരിസരമൊക്കെ നടന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളൊരു അമ്പലം, ദേവതകൾ. അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മീനൂട്ട് കടവൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ടുള്ള ചിറയിൽ നിന്നാണ് ഈ അമ്പലത്തിന് ആ പേര് ലഭിച്ചത് കേട്ടോ. വല്ലഭൻ ചിറ എന്നായിരുന്നു മുൻപ്. ഇപ്പം അത് വല്ലച്ചിറ എന്ന് ലോപിച്ചിട്ട് അങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കി കിട്ടിയ അറിവാണ് കേട്ടോ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. പണ്ട് വല്ലഭ ചെട്ടിയാർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ ഇതുപോലെ ഒരു ചിറ കെട്ടിയിട്ട് അവിടെ ഇതുപോലെ ഒരു കുളം ഉണ്ടാക്കിയത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നെ ഇവിടെ പ്രതിഷ്ഠ നടക്കുകയും ഒക്കെ ഉണ്ടായിട്ടാണ് ഈ അമ്പലം അവിടെ നിലവിൽ വന്നതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. കുംഭമാസത്തിലെ ഭരണിയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രം. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രത്തെക്കുറിച്ച് ഒരു പരിമിതമായിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരോ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഗ്രാമഭംഗിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഇത് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.